നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ജസ്ന മരിയ ജെയിംസിന്റെ തിരോധാന കേസ് ഇപ്പോഴിതാ വീണ്ടും ആ ഫയൽ തുറക്കുകയാണ്. കേസ് പുതിയ വഴിത്തിരിവിലേക്ക്. അന്വേഷണം അവസാനിപ്പിക്കാൻ നേരത്തെ തീരുമാനിച്ചിരുന്ന CBI അപ്രതീക്ഷിതമായി കേസിൽ തുടരന്വേഷണത്തിന് ഒരുങ്ങുന്നു എന്നുള്ള റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത്. ഇതിന്റെ ഭാഗമായി എരുമേലി ഗസ്റ്റ് ഹൗസിൽ CBI പ്രത്യേക ഓഫീസും തുറന്നു. 6 മാസത്തേക്ക് ഇവിടെ ക്യാമ്പ് ചെയ്ത് അന്വേഷണം നടത്താനാണ് സംഘത്തിന്റെ തീരുമാനം. വർഷങ്ങൾ നീണ്ട അനിശ്ചിതത്വത്തിന് ശേഷം CBI സംഘം വീണ്ടും സജീവമാകുന്നത് പുതിയ തെളിവുകൾ ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിലാണോ എന്ന ചോദ്യം ഉയരുന്നുണ്ട്. 2024 തിരുവനന്തപുരം ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിൽ സമർപ്പിച്ച റിപ്പോർട്ടിൽ ജസ്നയ്ക്ക് എന്ത് സംഭവിച്ചുവെന്ന് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ലെന്നും അതിനാൽ കേസ് അവസാനിപ്പിക്കാൻ അനുവദിക്കണമെന്നുമാണ് CBI ആവശ്യപ്പെട്ടിരുന്നത്. എന്നാൽ പുതിയ തെളിവുകൾ ലഭ്യമായാൽ അന്വേഷണം പുനരാരംഭിക്കാം എന്നൊരു വ്യവസ്ഥ കൂടി അന്ന് റിപ്പോർട്ടിൽ ഉൾപ്പെടുത്തിയിരുന്നു. എരുമേലിയിൽ പ്രത്യേക ഓഫീസ് തുറന്നിരിക്കെയാണ് അന്വേഷണ സംഘം എത്തുന്നതോടെ കേസിൽ നിർണായകമായ എന്തോ ഒന്ന് ലഭിച്ചുവെന്നാണ് സൂചന. നേരത്തെ കോടതിയിൽ നൽകിയ റിപ്പോർട്ടിൽ CBI പ്രധാനമായും 3 കാര്യങ്ങളാണ് വ്യക്തമാക്കിയിരുന്നത്. ജസ്ന മരിച്ചതായി കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. തിരോധാനത്തിന് പിന്നിൽ മതതീവ്രവാദ സംഘടനകൾക്ക് ബന്ധമുള്ളതായി തെളിവില്ല. രാജ്യത്തിനകത്തും പുറത്ത് വിപുലമായ അന്വേഷണം നടത്തിയെങ്കിലും പെൺകുട്ടിക്ക് എന്ത് സംഭവിച്ചു എന്ന് കണ്ടെത്താനായില്ലെന്നും വിശദീകരിച്ചിരുന്നു. 2018 മാർച്ച് 22 പത്തനംതിട്ട വെച്ചൂച്ചിറ കൊല്ലമുള്ള ജെയിംസ് ജോസഫിന്റെ മകൾ ജസ്ന മരിയ ജെയിംസ് 20 വയസ്സ് കാണാതാകുമ്പോൾ പ്രായം. കാഞ്ഞിരപ്പള്ളി SD കോളേജിലെ 2ാം വർഷ ബിരുദ വിദ്യാർത്ഥിനിയായിരുന്നു ജസ്ന. മുണ്ടക്കയത്തെ ബന്ധുവീട്ടിലേക്ക് പോകുന്നുവെന്ന് പറഞ്ഞ് വീട്ടിൽ നിന്നിറങ്ങിയ ജസ്ന എരുമേലി വരെ എത്തിയതായി CCTV ദൃശ്യങ്ങൾ വ്യക്തമാക്കുന്നു. എന്നാൽ അവിടെ നിന്ന് എങ്ങോട്ട് പോയതെന്നത് ഇന്നും അജ്ഞാതമാണ്. ആദ്യം ലോക്കൽ പോലീസും പിന്നീട് ക്രൈംബ്രാഞ്ചും IG മനോജ് എബ്രാഹിമിന്റെ നേതൃത്വത്തിലുള്ള സംഘവും അന്വേഷിച്ചെങ്കിലും തുമ്പുണ്ടായില്ല. ഹൈക്കോടതി ഉത്തരവിനെ തുടർന്നാണ് 2021 CBI കേസ് ഏറ്റെടുത്തത്. എരുമേലി കേന്ദ്രീകരിച്ച് CBI ഓഫീസ് തുറന്നതും പ്രാദേശികമായ ചില മൊഴികളുടെയോ വിവരങ്ങളുടെയോ അടിസ്ഥാനത്തിലാണെന്നാണ് കരുതപ്പെടുന്നത്. ജസ്റ്റ് അവസാനമായി എത്തിയ എരുമേലിയിൽ തന്നെ അന്വേഷണം ഊർജിതമാക്കുന്നത് വഴി കാണാതായ സമയത്തെ നിഗൂഢതകൾ കണ്ടെത്താനാണ് CBI നീക്കം. കാണാതായ അന്ന് ജസ്നയുടെ ഫോണിലേക്ക് വന്ന കോളുകൾ, എരുമേലിയിൽ നിന്ന് അന്ന് സർവീസുകൾ നടത്തിയ വാഹനങ്ങൾ എന്നിവ വീണ്ടും പരിശോധനയ്ക്ക് വിധേയമാക്കിയേക്കും. കേരളം മറന്നു തുടങ്ങിയ ഒരു കേസിലേക്ക് CBI വീണ്ടും കടന്നു വരുന്നത് വലിയ പ്രതീക്ഷയാണ് നൽകുന്നത്. ജസ്ന ജീവനോടെ ഉണ്ടോ അതോ ആ 8 വർഷം മുമ്പ് യാത്രയിൽ അവൾക്ക് അപായം സംഭവിച്ചോ എന്ന ചോദ്യത്തിന് വരും മാസങ്ങളിൽ ഉത്തരം ലഭിക്കുമെന്നും കരുതാം. നടത്തിയ അന്വേഷണങ്ങൾ നിരവധി. തെളിവെടുപ്പിനായി വർഷങ്ങൾ ലോക്കൽ പോലീസും ക്രൈംബ്രാഞ്ചും സംസ്ഥാന ഏജൻസികളും ഒടുവിൽ CBI വന്നിട്ടും ജസ്നയെ കണ്ടെത്താൻ കഴിഞ്ഞില്ല. തെളിവ് നൽകിയാൽ തുടരന്വേഷണമാകാമെന്ന് CBIയുടെ ഉറപ്പും എല്ലാ അന്വേഷണവും പരാജയപ്പെട്ട സാഹചര്യത്തിലാണ് ബന്ധുക്കൾ കോടതിയെ സമീപിച്ചത്. ഇങ്ങനെയായിരുന്നു CBIയുടെ വരവ്. അതും ഫലം കണ്ടില്ല. കൈപ്പിടിയിലുണ്ട്, ഇപ്പോൾ കിട്ടും എന്നായിരുന്നു സംസ്ഥാന ക്രൈംബ്രാഞ്ച് മേധാവി പറഞ്ഞിരുന്നത്. അതിനെ പിന്തുണച്ചു പത്തനംതിട്ട ജില്ലാ പോലീസ് മേധാവിയും. എന്നാൽ ഇവർക്കാർക്കും പിന്നീട് മിണ്ടാട്ടമില്ല. മറ്റുള്ളവരെ ഭയപ്പെടുത്താനുള്ള തന്ത്രമായിരുന്നു തങ്ങൾ നടത്തിയതെന്നും അത് വെറും ബെഡായി ആയിരുന്നു എന്നുമാണ് ഇക്കാര്യത്തിൽ വിവരങ്ങൾ തേടിയ CBIയോടും അന്നത്തെ ക്രൈംബ്രാഞ്ച് മേധാവി ടോമിൻ J തച്ചങ്കരിയും പത്തനംതിട്ട പോലീസ് മേധാവിയുമായിരുന്ന KG സൈമണും പറഞ്ഞത്. ഇതിനിടെ പൂജപ്പുര സെൻട്രൽ ജയിലിൽ കഴിഞ്ഞിരുന്ന ഒരു തടവു പുള്ളിയുടെ വെളിപ്പെടുത്തലും വന്നു. ജസ്നയെ കൊലപ്പെടുത്തിയതായും ഒപ്പമുണ്ടായിരുന്ന തടവുകാരൻ പറഞ്ഞു എന്ന തരത്തിലായിരുന്നു ഇത്. എന്നാൽ അതും കൂടുതൽ കാലം നീണ്ടു നിന്നില്ല. ഒടുക്കം ഒന്നും കണ്ടെത്താൻ കഴിയാതെ ദേശീയ അന്വേഷണ ഏജൻസിയും കൈമലർത്തി. ഇനി ബന്ധുക്കളും ആവശ്യക്കാരും തെളിവ് നൽകിയാൽ മാത്രം വീണ്ടും ഫയൽ തുറക്കും. കാഞ്ഞിരപ്പള്ളി സെന്റ് ഡൊമിനിക്സ് കോളേജിലെ 2ാം വർഷ BCom വിദ്യാർത്ഥിയായ ജസ്ന മരിയ ജെയിംസിന്റെ 2018 മാർച്ച് 22 കാണാതാകുന്നത്. പത്തനംതിട്ട വെച്ചൂച്ചിറ മുക്കൂട്ടുതറയിൽ വീട്ടിൽ നിന്ന് മുണ്ടക്കയത്തെ ബന്ധുവീട്ടിലേക്ക് പോകുന്ന വഴിയിലായിരുന്നു തിരോധാനം. കാണാതായ ദിവസം മുണ്ടക്കയം പുഞ്ചവയലിലുള്ള ബന്ധുവീട്ടിലേക്ക് എന്ന് പറഞ്ഞിറങ്ങിയ ജസ്നയെ പിന്നീട് കണ്ടിട്ടില്ല.
ബംഗളൂരു, പുനെ, ഗോവ, ചെന്നൈ എന്നിവിടങ്ങളിലെല്ലാം പോലീസ് അന്വേഷണം നടത്തുകയും ആയിരക്കണക്കിന് ഫോൺ സന്ദേശങ്ങൾ പരിശോധനയ്ക്ക് വിധേയമാക്കുകയും ചെയ്തു. വീട്ടിൽ നിന്ന് ഇറങ്ങിയ ജസ്റ്റ് ഓട്ടോയിൽ മുക്കൂട്ട് തറയിലും ബസ്സിൽ കോട്ടയം ജില്ലയിലെ എരുമേലിയിലും എത്തിയതായി വിവരമുണ്ട്. പിന്നീട് കാണാതാവുകയായിരുന്നു. പരാതിയിൽ ആദ്യം അന്വേഷണം നടത്തിയത് വെച്ചൂച്ചിറ പോലീസായിരുന്നു. പിന്നീട് കേസ് തിരുവല്ല ഡിവൈഎസ്പി ആർ ചന്ദ്രശേഖരപിള്ള പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ച് ഏറ്റെടുത്തു. 2021 ഫെബ്രുവരിയിലായിരുന്നു CBIക്ക് കേസ് കൈമാറിയത്. കോട്ടയം എരുമേലിയിൽ നിന്നും കാണാതായ ജസ്ന തിരോധാനത്തിൽ ശാസ്ത്രീയ പരിശോധനകളിലും തുമ്പ് കണ്ടെത്താൻ കഴിഞ്ഞില്ല. ജസ്നയ്ക്ക് എന്ത് സംഭവിച്ചു എന്ന് കണ്ടെത്താനായിട്ടില്ലെന്നും CBI കോടതിയെ അറിയിച്ചിരുന്നു. കൂടുതൽ തെളിവുകൾ ലഭിക്കുമ്പോൾ തുടരന്വേഷണം നടത്താമെന്നാണ് CBI അറിയിച്ചിരുന്നത്. നിർണായക വിവരങ്ങളൊന്നും ലഭിക്കാതെ അന്വേഷണം മുൻപോട്ട് കൊണ്ടുപോകാൻ കഴിയില്ലെന്നും എന്തെങ്കിലും വിവരം ലഭിച്ചാൽ അന്വേഷണം പുനരാരംഭിക്കുമെന്നും CBI കോടതിയെ അറിയിച്ചു. ജസ്നയുടെ ബന്ധുക്കളെ ബംഗളൂരിൽ എത്തിച്ച് CBI നുണപരിശോധന നടത്തിയിരുന്നു. രാജ്യം വിട്ട് മതം മാറി തുടങ്ങിയ നിരവധി കഥകളും ഇടയ്ക്കിടെ പുറത്തിറങ്ങി. നിരവധി സ്ഥലങ്ങളിൽ ഇതേ രൂപത്തിൽ ആളെ കണ്ടെന്നും വാർത്തകൾ വന്നു. എന്നിട്ടും ജസ്ന വന്നില്ല. ഇതര മതസംഘടനകൾ കെണിയിൽപ്പെടുത്തി തട്ടിക്കൊണ്ടുപോയി എന്ന തരത്തിലും പ്രചാരണം നടന്നു. ജസ്നയെ കണ്ടെടുക്കാൻ ക്രൈംബ്രാഞ്ചിലടക്കം കേരള പോലീസിൻ്റെ നിരവധി സംഘങ്ങൾ അന്വേഷണം നടത്തിയെങ്കിലും ഫലമുണ്ടാകാതെ വന്നതിനെ തുടർന്ന് സഹോദരൻ ജെയിംസ്, KC സംസ്ഥാന പ്രസിഡന്റ് അഭിജിത്ത് തുടങ്ങിയവർ നൽകിയ ഹർജിയെ തുടർന്ന് 2021 ഫെബ്രുവരിയിലായിരുന്നു കോടതി ഉത്തരവിൻ്റെ അടിസ്ഥാനത്തിലാണ് CBI അന്വേഷണം ഏറ്റെടുത്തത്. ഏതായാലും ഇപ്പോൾ വീണ്ടും CBI അന്വേഷണവുമായി രംഗത്ത് വരുമ്പോൾ എന്തെങ്കിലും നിർണായകമായിട്ടുള്ള തെളിവുകൾ കേസന്വേഷണത്തിൽ ലഭിച്ചിട്ടുണ്ടോ എന്നുള്ള സംശയമാണ് ഉയരുന്നത്.